സത്യത്തിൽ ഈ 2028 സംഭവിക്കണം, അല്ലെ അപ്പോഴേക്കും ഇതൊരു വിപുലമായ തരത്തിൽ വരണം എന്ന് വിചാരിച്ചത് സത്യത്തിൽ ഈ 3 ദിവസം കൊണ്ടല്ല, 3 മാസത്തിന് 3 മാസമില്ല, 1 മാസത്തിനുള്ളിൽ തന്നെ 3 ദിവസം കൊണ്ട് സംഭവിച്ചു. 3 ദിവസം. ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ നമ്മളുടെ കണക്കൂട്ടിലൊക്കെ പോലെ തന്നെ കുറച്ച് പേരാണ്. ജനുവരി 16-നാണ് ഇതിൻ്റെ പിതൃയാനം തുടങ്ങുന്നത്. ആ പിതൃയാനത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ചിരുന്ന പോലെ തന്നെ ഒരു 1000-2000 പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് 18 ആവുമ്പോഴേക്കും 19-ന് ധർമ്മധ്വജാരോഹണം ആകുമ്പോഴേക്കും 1,00,000-ഓളം പേരെത്തുന്ന അവസ്ഥയായി. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞ് തിരുമൂർത്തി മലയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള രഥം എത്തിച്ചേരുമ്പോഴേക്കും പെട്ടെന്ന് അത് 1,00,000 കടന്നു. പിന്നെ അങ്ങനെ ലക്ഷങ്ങളുടെ അതെ. ഇപ്പോൾ പോലീസിൻ്റെ അവസാനത്തെ ഒരു കണക്ക് എന്നുള്ള രീതിയിൽ അവർ നമ്മളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത് ഏതാണ്ട് 40 ലക്ഷത്തിലധികം ആളുകൾ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിൻ്റെ ഹിന്ദു പോപ്പുലേഷൻ്റെ 1/3 എന്ന് ആ ഒരു രീതിയിൽ സത്യത്തിൽ അത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ഇപ്പോൾ സ്വാമിജി തന്നെ പറഞ്ഞില്ല, നിമിത്തം മാത്രം ഭവസവ്യസാചൻ, ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്. നീ ഇതിന് നിമിത്തമായാൽ മതി. പിന്നീട് ആ വിരാട് രൂപം ഇങ്ങനെ വരുമ്പോഴേക്കും പറഞ്ഞത് എത്രമാത്രം വസ്തുതാപരം അല്ലെങ്കിൽ സത്യമാണ് എന്നുള്ളത് അർജുനൻ തന്നെ കാണുകയാണല്ലോ ഈ വിശ്വരൂപ ദർശനത്തിൽ. സത്യത്തിൽ ഈ നിമിത്തമായി സ്വാമിജിയും അതിനൊരു നിമിത്തമായി അങ്ങനെ ഈ തുടങ്ങിയത് വാസ്തവത്തിലൊരു വിശ്വരൂപത്തിൻ്റെ ഒരു പ്രകടീകരണം തന്നെയായി മാറി. പറഞ്ഞ ഏതാനും ആയിരങ്ങൾ വരും എന്ന് വിചാരിച്ചിടത്ത് ദശലക്ഷങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ അത് ഈ കുഞ്ഞു കേരളത്തിൽ വലിയ ഒരു രാജ്യമൊന്നും അല്ല. കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമല്ലേ. ഇത്രയും ഈ മുമ്പേ പറഞ്ഞതുപോലെ ഭൗതികവാദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെട്ട് കുറേയൊക്കെ അരാജകവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമൂഹം, യുവജന സമൂഹം, അവിടേക്ക് ഈ ഒഴുക്കുണ്ടായി എന്ന് പറയുന്നത് എന്തോ ഒരു ഡിസൈൻ, മറ്റാരോ നമ്മുടെയൊക്കെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അതീതമായിട്ടൊരു ഡിസൈൻ ഉണ്ടായതുപോലെയാണ്. ഇപ്പോൾ സ്വാമിജി മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ഭാരതപ്പുഴ പേര് വന്നത്. സത്യത്തിൽ കേരളത്തിൽ എത്രയോ പ്രാചീനമായിട്ട് ഈ ഭാരതം എന്ന സങ്കല്പം നമ്മുടെ ആചാര്യന്മാരുണ്ടാക്കി വെച്ചു. ഭാരതപ്പുഴ എന്ന് പറഞ്ഞത് ആരും മീറ്റിംഗ് കൂടി പ്രഖ്യാപിച്ചതല്ല ഭാരതപ്പുഴ എന്നുള്ളത്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ ഭാരതഭക്തി സ്തോത്രമുണ്ട്. അതിൽ മുഴുവൻ ഈ ഭാരതഖണ്ഡത്തിലും ഭാരതഭൂമിയിലും ജനിച്ചതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇതൊരു വേറിട്ട സാധനം തന്നെയല്ല, മുഴുവൻ ഭാരതത്തിൻ്റെയും ഒരു ആത്മാവിഷ്കാരം ഉണർന്നു വന്നു എന്നുള്ളത് തന്നെയാണ്.